ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഒരു ഫൈനൽ ആൻസർ കീ ആണ്. ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ, ക്ലർക്ക് NCA വിശ്വകർമ്മ കോമൺ എക്സാമിനേഷൻ. മലബാർ ദേവസ്വം ബോർഡിലേക്ക് കടന്ന ക്ലർക്ക് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ആണത്. 108/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ദാൽഫോ കോഡ് A ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. 23/6/2024 എക്സാം വന്നത്. അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. കേരള PSC നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം. അതിനായി ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക, tulasi.ecpsc.com. കേരള PSC നടത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള PDF-കളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക, store.ecpsc.com. മുൻവർഷ ചോദ്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയലുകൾ, ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? ആനി എർണോ. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? 9. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സുകുമാർ സെൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് വ്ളോഡിമിർ സെലൻസ്കി? ഉക്രൈൻ. ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ? GV മാവലങ്കാർ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഋഷി സുനക്. ഇത് മാറിയിട്ടുണ്ട്. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി? 5 വർഷം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ജനീവ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം? 1961. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങാവുന്ന പ്രായം എത്ര? 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി സുകന്യ സ്മൃതി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? പെൺകുട്ടികൾ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം? 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി? വിമുക്തി. സംസ്ഥാന സർക്കാരിന്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? ട്രാൻസ്ജെൻഡർ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ? P. സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനമേത്? ഡിസ്കവറി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? 7. കേരളത്തിൽ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ. ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം? 2000. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു അരിയുപ്രം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? 1888. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1.
ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? കെ കേളപ്പൻ. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായമെത്ര? 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? 10 വർഷം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഗംഗ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി? ബചേന്ദ്രപാൽ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ആരെ? റോബർട്ട് ഓവൻ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവെത്ര? 21%. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആര്? ഹെൻറി ഡ്യൂനന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം? മനില. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? എം.എൻ. ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാര്? അയ്യങ്കാളി. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ്? മാർക്ക് സുക്കർബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. മിസോറാമിന്റെ തലസ്ഥാനം? ഐസ്വാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? 356 വകുപ്പ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. പ്രവാസം എന്ന കൃതി രചിച്ചതാര്? എം മുകുന്ദൻ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏത്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 1970. 1/2, 2/5 എന്നീ ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് 4/k എങ്കിൽ k ഏത് എണ്ണൽ സംഖ്യയാണ്? 9. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം 43 ആണ്. 41 45 വയസ്സുള്ള ഓരോ തൊഴിലാളികൾ കൂടി വന്നു ചേർന്നു. ഇപ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ശരാശരി പ്രായം എത്രയാണ്? 43. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു വൃത്തത്തിന്റെ വിസ്തീർണം പരപ്പളവ് അതിന്റെ ആരത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ്. ആനുപാതിക സ്ഥിരമാണ് പൈ. ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം 1000 രൂപയ്ക്ക് ഓരോ മാസവും 20 രൂപ വീതം പലിശ ഈടാക്കുന്നു. സ്ഥാപനത്തിലെ പലിശ നിരക്ക് എത്ര? 24. ചതുരസ്തംഭാകൃതിയിലുള്ള ഒരു മെഴുകുകട്ടയുടെ നീളം 15 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉയരം 8 സെന്റിമീറ്ററുമാണ്. ഇതിൽ നിന്നും 1 സെന്റിമീറ്റർ ഉയരമുള്ള എത്ര സമചതുര കട്ടകൾ ഉണ്ടാക്കാം? 1200. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് 2018 ഒരു പദമാകുന്നത്? 5, 8, 11 ഡാഷ്. 2020 ജനുവരി 1 ബുധനാഴ്ചയാണ് എങ്കിൽ 2020 മാർച്ച് 1 ഏത് ദിവസമായിരിക്കും? ഞായർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. റൂട്ട് 18. 1, 3, 7, 13, 21 ഡാഷ് എന്ന സംഖ്യാശ്രേണിയിലെ 10ാമത്തെ പദം ഏതാണ്? 91. 12 * 12 9, 13 * 13 7, 14 * 14 7 എങ്കിൽ 15 * 15 9. Her parents won't come dash. Will they? Give one word for to free someone from the power of another.
emancipate. Susan asked her sister where she had placed it. His selection to the squad was conditional. He was accused dash violating the norms of it dash since morning has been raining. The mistake in the sentence where you are going comes under syntactical mistake. Which of the following is not an example for a language discourse? Tense. The language functions expressed in the sentence I will visit him next week is determination. Many dash places have become famous because of this program on TV. Fill in the blanks using the word opposite in meaning to the underlined word. Obscure. താഴെ തന്നിരിക്കുന്ന ശുദ്ധരൂപം കണ്ടെത്തുക. അടിമത്തം. ശരിയായ വാക്യം കണ്ടെത്തുക. ഘടികാരത്തിന്റെ ശബ്ദം പെട്ടെന്ന് ഉച്ചത്തിലായി. സായാഹ്നത്തിന് മുമ്പുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദമേത്? അപരാഹ്നം. കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടുത്തുകാർ സഹിക്കേണ്ടി വന്നു. ഈ പ്രസ്താവനയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല് കണ്ടെത്തുക. എരുതിയിൽ എണ്ണ ഒഴിക്കുക. മന്ത്രോച്ചാരണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരാവുന്നത് മന്ത്ര പ്ലസ് ഉച്ചാരണം. സൗന്ദര്യം എന്ന പദത്തിന് പര്യായമായി വരാവുന്ന പദക്കൂട്ടം കണ്ടെത്തുക. അഴക്, ലാവണ്യം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമായി വരുന്ന പദമേത്? വിദുഷി. ഗുരുവചനം എന്ന പദം ഘടകപദമാകുമ്പോൾ വരുന്നത് ഏത്? ഗുരുവിന്റെ വചനം. താഴെ തന്നിരിക്കുന്ന പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സ്വാമികൾ. കുചേലൻ എന്ന പദത്തിന് വിപരീതമായി വരുന്ന പദമേത്? കുബേരൻ. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത? ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം? കഥകളി. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? തിരുവൈരാണിക്കുളം ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം? പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവ്. പഞ്ചവാദ്യങ്ങളിൽ പെടാത്ത വാദ്യമേത്? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട്? 18. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം? ചന്ദനക്കാവ്.